Okay. Good afternoon, all of you. All of you mark your attendance. ഓക്കെ, അപ്പൊ നമ്മുടെ സമ്മാനപ്പെട്ടി എന്ന പാഠത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിച്ചു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് നമുക്ക് എടുത്തതിന് ശേഷം വായിക്കാം കേട്ടോ. ഓക്കെ, കുറെ പേര് വായിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മുതലേതാ കുറച്ച് 2 പാരഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഒന്നുകൂടി മിസ് അത് വായിക്കാം. സാമൂതിരിയും കോലത്തിരിയും ഉത്തര കേരളത്തിലെ രാജാക്കന്മാരായിരുന്നു. 2 കൂട്ടർക്കും രാജാധിപത്യമുള്ള കാലം. അവർ പരസ്പരം സന്ദർശിക്കുകയും സ്നേഹം ഭാവിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഉള്ളിൽ അന്യോന്യം മത്സരവും ആക്ഷേപവും ഉണ്ടായിരുന്നു. ഒരു ദിവസം കോലത്തിരി സാമൂതിരിയെ സന്ദർശിക്കാൻ കോവിലകത്ത് ചെന്നു. സാമൂതിരി കോലത്തിരിയെ യഥായോഗ്യം സൽക്കരിച്ചതിനു ശേഷം ഇരുവരും നർമ്മഭാഷണത്തിൽ ഏർപ്പെട്ടു. സാമൂതിരി ഒന്ന് കളിയാക്കണമെന്ന് വെച്ച് കോലത്തിരി നേരം പോക്കാണത ഭാവത്തിൽ സാമൂരി കുത്തുമോ എന്ന് ചോദിച്ചു. സാമൂതിരിയെ നാട്ടുഭാഷയിൽ സാമൂരി എന്നും വിളിക്കാറുണ്ടായിരുന്നു. കോലത്തിരി കത്തുമോ? സാമൂതിരിയുടെ മറുചോദ്യം. കോലത്തിരി ചിലപ്പോൾ കത്തും, സൂക്ഷിക്കണം എന്ന് കോലത്തിരി മറുപടി പറഞ്ഞു. കോലത്തിരി കത്തുമെങ്കിൽ സാമൂരി കുത്തും, സാമൂരി പറഞ്ഞു. ആ മറുപടി കോലത്തിരിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കോലത്തിരി കത്തുമെന്ന് സാമൂതിരിയെ ബോധ്യപ്പെടുത്തണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. വളരെ കാലത്തിന് ശേഷം കോലത്തിരി സാമൂതിരിക്ക് വിശേഷമായ ഒരു പെട്ടി സമ്മാനമായി കൊടുത്തയച്ചു. പെട്ടി നിറയെ വെടിമരുന്നായിരുന്നു. പെട്ടി തുറന്നാലുടനെ വെടിമരുന്നിന് തീപിടിച്ച് പെട്ടി തുറക്കുന്ന ആളുടെ ദേഹവും മുഖവും ഒക്കെ കരിഞ്ഞു പോകത്തക്കവണ്ണം ഒരു സൂത്രവും ഇണക്കിയിരുന്നു. കോലത്തിരിയുടെ ഭൃത്യമാർ സാമൂതിരിയെ ചെന്ന് കണ്ട് കോലത്തിരി കൊടുത്തയച്ച സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിയ പെട്ടിയും താക്കോലും ഏൽപ്പിച്ചു. ഓക്കെ, കണ്ടുവല്ലോ എല്ലാവരും. പേജ് നമ്പർ 30, ലാസ്റ്റ് പാരഗ്രാഫ് നമുക്ക് എടുക്കാനുള്ളത്. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. സമ്മാനപ്പെട്ടി എന്ന പാഠത്തിന്റെ പാഠാണ് 30, പേജ് നമ്പർ 30. പണ്ട് താൻ കോലത്തിരി കത്തുമോ എന്ന് ചോദിച്ചതിന് ചിലപ്പോൾ കത്തും, സൂക്ഷിക്കണം എന്ന് കോലത്തിരി മറുപടി പറഞ്ഞത് സാമൂതിരി ഓർത്തു. ഇതിലെന്തെങ്കിലും ചതി കാണുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തെന്ന് നോക്കാം നമുക്കല്ലേ. എന്താ ചെയ്ത്? തന്റെ ഭൃത്യന്മാരുടെ പെട്ടി വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവരുവാൻ സാമൂതിരി കൽപ്പിച്ചു. ഭൃത്യന്മാർ അപ്രകാരം തന്നെ പെട്ടി എടുത്തു കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയെടുത്ത് കൊണ്ടുവരികയും ചെയ്തു. പെട്ടിക്കുള്ളിൽ വെള്ളം കയറി വെടിമരുന്നെല്ലാം നനഞ്ഞു പോയതിനാൽ പെട്ടി തുറന്നപ്പോൾ വെടിമരുന്ന് കത്തുകയോ അപകടമുണ്ടാവുകയോ ചെയ്തില്ല. അല്ലെ, ആദ്യേ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് കോലത്തിരി കത്തുമോ. അതുകൊണ്ട് തന്നെ അതിൽ ഡൗട്ട് തോന്നുന്നുണ്ട് എന്ത് ചെയ്തു? ഭൃത്യന്മാരെ കൊണ്ട് പെട്ടി വെള്ളത്തിൽ മുക്കിച്ചു കൊണ്ടുവന്നു. അപ്പോ വെടിമരുന്നെല്ലാം നനഞ്ഞു. അതുകൊണ്ട് അത് കത്തുകയോ അപകടം ഉണ്ടാവുകയോ ചെയ്തില്ല. നെക്സ്റ്റ്, അടുത്ത എന്താ അതുകൂടി പറയട്ടെ. കോലത്തിരിയുടെ ഭൃത്യന്മാർ തിരിച്ചു ചെന്ന് നടന്നതെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു. തന്റെ തന്ത്രം ഫലിച്ചില്ലല്ലോ എന്നോർത്ത് കോലത്തിരിക്ക് വല്ലാത്ത കുണ്ഠിതമുണ്ടായി. കുണ്ഠിതം എന്താണ് അർത്ഥം? അറിയോ ആർക്കെങ്കിലും? ദുഃഖം. കുണ്ഠിതം, ദുഃഖം അല്ലെ. തന്റെ തന്ത്രം ഫലിച്ചില്ലല്ലോ എന്നോർത്ത് കോലത്തിരിക്ക് എന്തുണ്ടായി? ദുഃഖമുണ്ടായി. കുറെ കാലം കഴിഞ്ഞ് തന്റെ ഭൃത്യന്മാർ വശം സാമൂതിരി കോലത്തിരിക്ക് ഒരു പെട്ടി സമ്മാനമായി കൊടുത്തയച്ചു. നാം അങ്ങോട്ട് ചെയ്തതിന് പകരം, അപ്പോ ഏതായാലും കോലത്തിരി ചെയ്തതിന് പകരം തീർക്കുവാനായിരുന്നു ആർക്ക്? സാമൂതിരിക്ക് ഉണ്ടായിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നാം അങ്ങോട്ട് ചെയ്തതിന് പകരം ഇതൊരു ചതിപ്രയോഗമായിരിക്കും. സാമൂതിരി താൻ കൊടുത്തയച്ച പെട്ടി വെള്ളത്തിൽ മുക്കിയതിനു ശേഷമാണ് തുറന്നത്. പക്ഷെ എന്താ സംഭവിച്ചതറിയോ? അതുപോലെ തന്നെ ഈ പെട്ടിയും വെള്ളത്തിൽ മുക്കിയ ശേഷമേ തുറക്കാവൂ, അല്ലെങ്കിൽ അപകടം പറ്റുമെന്ന് തോന്നിയല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് കോലത്തിരി വിചാരിച്ചു. അദ്ദേഹം ഭൃത്യന്മാരെ കൊണ്ട് പെട്ടി വെള്ളത്തിൽ മുക്കിച്ചു കൊണ്ടുവന്നു. പെട്ടി നിറയെ കടന്നൽ കൂടുകളായിരുന്നു. അപ്പൊ വെള്ളം നിറഞ്ഞാൽ എന്താവും? പെട്ടിക്കകത്ത് വെള്ളം കയറിയതോടെ കടന്നലുകളെല്ലാം ഇളകി വശായി അല്ലെ. കടന്നലുകളൊക്കെ ഇളകി. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ പറയണ്ട അല്ലെ. കടന്നലുകള് ഇളകിക്കഴിഞ്ഞാൽ കോലത്തിരി പെട്ടി തുറന്നപ്പോൾ കടന്നലുകൾ കോലത്തിരിയെ കുത്തി അവശനാക്കി. എല്ലാവരും കൂടി ഒരു കണക്കിന് കടന്നലുകളെ എല്ലാം അടിച്ചും ചുട്ടും നശിപ്പിച്ച് കോലത്തിരിയുടെ പ്രാണൻ ജീവനെ രക്ഷിച്ചു എന്നേ പറയുന്നു. അങ്ങനെ സാമൂതിരിയെ കളിയാക്കിയ കോലത്തിരി സ്വയം ലഭ്യനായി.
അല്ലേ? എന്താണ് അതുകൊണ്ട് ആരും പകരത്തിന് പകരം ഒന്നും ചെയ്യാൻ നിൽക്കാൻ പാടില്ല. തീർത്തും ചിലപ്പോ അപകടമായിരിക്കും ഉണ്ടാവുക അല്ലെ? അതാണ് ഇതില് പറയുന്നത്, രണ്ടുപേരും തമ്മിലുള്ള മത്സരവും പകയും. അപ്പോ ഒരാൾ ഏതായാലും രക്ഷപ്പെട്ടു, മറ്റേയാൾ അങ്ങനെയല്ല അല്ലെ? പ്രാണനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തു കൊടുത്തു ബാക്കിയുള്ളവർ അല്ലെ? ഓക്കെ, അത്രയാണ് പറയേണ്ടത്. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്നുകൂടി വായിക്കാം. പണ്ട് താൻ കോലത്തിരി കത്തുമോ എന്ന് ചോദിച്ചതിന് ചിലപ്പോൾ കത്തും, സൂക്ഷിക്കണമെന്ന് കോലത്തിരി മറുപടി പറഞ്ഞത് സാമൂതിരി ഓർത്തു. ഇതിലെന്തെങ്കിലും ചതി കാണുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. തന്റെ ഭൃത്യന്മാരുടെ പെട്ടി വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവരുവാൻ സാമൂതിരി കൽപ്പിച്ചു. കൽപ്പിക്കുക, അപേക്ഷിക്കുകയല്ല, ആജ്ഞാപിക്കുക. കൽപ്പിച്ചു, കൽപ്പന. ഭൃത്യന്മാർ അപ്രകാരം തന്നെ പെട്ടിയെടുത്തു കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയെടുത്തു കൊണ്ടുകയും വരികയും ചെയ്തു. പെട്ടിക്കുള്ളിൽ വെള്ളം കയറി വെടിമരുന്നെല്ലാം നനഞ്ഞു പോയതിനാൽ പെട്ടി തുറന്നപ്പോൾ വെടിമരുന്ന് കത്തുകയോ അപകടമുണ്ടാവുകയോ ചെയ്തു. കോലത്തിരിയുടെ ഭൃത്യന്മാർ തിരിച്ചു ചെന്ന് നടന്നതെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു. തന്റെ തന്ത്രം ഫലിച്ചില്ലല്ലോ എന്നോർത്ത് കോലത്തിരിക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി അല്ലെ? കുറെ കാലം കഴിഞ്ഞ് തന്റെ ഭൃത്യന്മാർ വശം സാമൂതിരി കോലത്തിരിക്ക് ഒരു പെട്ടി സമ്മാനമായി കൊടുത്തയച്ചു. നാം അങ്ങോട്ട് ചെയ്തതിന് പകരം ഇതൊരു ചതിപ്രയോഗമായിരിക്കും. സാമൂതിരി താൻ കൊടുത്ത പെട്ടി വെള്ളത്തിൽ മുക്കിയ ശേഷമാണ് തുറന്നത്. അതുപോലെ തന്നെ ഈ പെട്ടിയും വെള്ളത്തിൽ മുക്കിയ ശേഷമേ തുറക്കാവൂ, അല്ലെങ്കിൽ അപകടം പറ്റും എന്ന് കോലത്തിരി വിചാരിച്ചു. അദ്ദേഹം ഭൃത്യന്മാരെ കൊണ്ട് പെട്ടി വെള്ളത്തിൽ മുക്കിച്ചു കൊണ്ടുവന്നു. പെട്ടിയിൽ നിറയെ കടന്നൽ കൂടുകളായിരുന്നു. പെട്ടിക്കകത്ത് വെള്ളം കയറിയതോടെ കടന്നലുകളെല്ലാം ഇളകി വശായി. കോലത്തിരി പെട്ടി തുറന്നപ്പോൾ കടന്നലുകൾ കോലത്തിരിയെ കുത്തി അവശനാക്കി. എല്ലാവരും കൂടി ഒരു കണക്കിന് കടന്നലുകളെയെല്ലാം അടിച്ചും ചുട്ടും നശിപ്പിച്ച് കോലത്തിരിയുടെ പ്രാണനെ രക്ഷിച്ചു എന്നേ പറയേണ്ടു. അങ്ങനെ സാമൂതിരിയെ കളിയാക്കിയ കോലത്തിരി സ്വയം ലഭ്യനായി. അത്രയാണ്. അപ്പൊ ആരൊക്കെ കഴിഞ്ഞ ദിവസം വായിച്ചത്? ഓക്കെ, വായിക്കാത്തവരാരൊക്കെയോ ഉണ്ട്, ആരെല്ലോ ഉണ്ട്. ആരും വായിച്ചില്ലേ കഴിഞ്ഞ ദിവസം? കഴിഞ്ഞ ദിവസം സൂര്യദേവ വായിച്ചത്. സൂര്യദേവ് മാത്രം അല്ലെ? ഓക്കെ, അപ്പൊ ഷെഫി ഇന്ന് വായിച്ചു. ഷെഫി എല്ലാരെയും വായിപ്പിക്കാം കേട്ടോ. ഫസ്റ്റ് മുതൽ വായിച്ചോ ഷെഫി. പാഠം 8 സമ്മാനപ്പെട്ടി. സാമൂതിരി ശ്രദ്ധിച്ചിരിക്കണേ, ബാക്കിയുള്ളവരെ ഇടയിൽ ഞാൻ പറയുവേ. സാമൂതിരിയും കോലത്തിരിയും ഉത്തര കേരളത്തിലെ രാജാക്കന്മാരായിരുന്നു. രണ്ടു കൂട്ടർക്കും രാജാധിപത്യത്തിനുള്ള കാലം. അവർ പരസ്പരം സന്ദർശിക്കുകയും സ്നേഹം ഭാവിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഉള്ളിൽ അന്യോന്യം മത്സരവും അപേക്ഷാഭാവവും ഉണ്ടായിരുന്നു. ഒരു ദിവസം കോലത്തിരി സാമൂതിരിയെ സന്ദർശിക്കാൻ കോവിലകത്തു ചെന്നു. സാമൂതിരി കോലത്തിരിയെ യാഥയോഗ്യം സൽക്കരിച്ചതിനു ശേഷം ഇരുവരും നിർഭാഷണത്തിൽ ഏർപ്പെട്ടു. സാമൂതിരിയെ ഒന്ന് കളിയാക്കണമെന്ന് വെച്ച് കോലത്തിരി നേരം പോക്കാണെന്ന ഭാവത്തിൽ സാമൂതിരി കുത്തുമോ എന്ന് ചോദിച്ചു. സാമൂതിരിയെ നാട്ടുഭാഷയിൽ സാമൂരി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. കോലത്തിരി കത്തുമോ? സാമൂതിരിയുടെ മറുചോദ്യം. കോലത്തിരി ചിലപ്പോൾ കത്തും, സൂക്ഷിക്കണം എന്ന് കോലത്തിരി മറുപടി പറഞ്ഞു. കോലത്തിരി കത്തുമെങ്കിൽ സാമൂരി കുത്തും, സാമൂതിരി പറഞ്ഞു. ആ മറുപടി കോലത്തിരിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കോലത്തിരി കത്തുമെന്ന് സാമൂതിരിയെ ബോധ്യപ്പെടുത്തണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. വളരെ കാലശേഷം കോലത്തിരി സാമൂതിരിക്ക് വിശേഷമായ ഒരു പെട്ടി സമ്മാനമായി കൊടുത്തയച്ചു. പെട്ടി നിറയെ വെടിമരുന്നായിരുന്നു. പെട്ടി തുറന്നാൽ ഉടനെ വെടിമരുന്ന് തീ പിടിച്ച് പെട്ടി തുറക്കുന്നയാളുടെ ദേഹവും മുഖവും ഒക്കെ കരിഞ്ഞു പോകാത്ത വണ്ണം ഒരു സൂത്രവും
ഇണക്കിയിരുന്നു. കോലത്തിരിയുടെ ഭൃത്യന്മാർ സാമൂതിരിയെ ചെന്നു കണ്ട് കോലത്തിരി കൊടുത്തയച്ച സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിയ പെട്ടിയും താക്കോലും ഏൽപ്പിച്ചു. ഓക്കെ മോളെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഷംബീർ. മുഹമ്മദ് ഷംബീർ ഇല്ലേ? ഷംബീർ പോയോ? ഇല്ല, പോയി. മുഹമ്മദ് ഷംബീൽ എവിടെ? ഉണ്ടായിരുന്നല്ലോ ഇവിടെ. നെക്സ്റ്റ് ആഷിഖ്. പണ്ട് താൻ കോലത്തിരി കത്തുമോ എന്ന് ചോദിച്ചതിന് ചിലപ്പോൾ കത്തും, സൂക്ഷിക്കണം എന്ന് കോലത്തിരി മറുപടി പറഞ്ഞു. സാമൂതിരി ഓർത്തു. ഇതിൽ എന്തെങ്കിലും ചതി കാണുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. തന്റെ ഭൃത്യന്മാരോട് പെട്ടി വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവരാൻ സാമൂതിരി കൽപ്പിച്ചു. ഭൃത്യന്മാർ അപ്രകാരം തന്നെ പെട്ടി എടുത്തു കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയെടുത്തു കൊണ്ട് വരികയും ചെയ്തു. പെട്ടിക്കുള്ളിൽ വെള്ളം കയറി വെടിമരുന്നെല്ലാം നനഞ്ഞ് പോയതിനാൽ പെട്ടി തുറന്നപ്പോൾ വെടിമരുന്ന് കത്തുകയോ ചെയ്തില്ല. കോലത്തിന്റെ തിരിച്ചു ചെന്ന് നടന്നതെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു. തന്റെ തന്ത്രം ഫലിച്ചില്ലല്ലോ എന്നോർത്ത് കോലത്തിരിക്ക് വല്ലാത്ത ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ക്ലിയർ ആവുന്നില്ല ആഷിൻ. ആഷിൻ ക്ലിയർ ആവുന്നില്ലല്ലോ. കുറെ കാലം കഴിഞ്ഞ് തന്റെ ഭൃത്യന്മാരെ വശം സാമൂതിരി കോലത്തിരിക്ക് ഒരു പെട്ടി സമ്മാനമായി കൊടുത്തയച്ചു. പകരം ഇതൊരു ചതിപ്രയോഗമായിരിക്കും. സാമൂതിരി കൊടുത്തയച്ച പെട്ടി വെള്ളത്തിൽ മുക്കിയതിനു ശേഷം അടുത്തു. അതുപോലെ തന്നെ ഈ പെട്ടിയും വെള്ളത്തിൽ മുക്കിയ ശേഷമേ തുറക്കാവൂ, അല്ലെങ്കിൽ അപകടം പറ്റും എന്ന് കോലത്തിരി വിചാരിച്ചു. അദ്ദേഹം ഭൃത്യന്മാരെ കൊണ്ട് പെട്ടി വെള്ളത്തിൽ മുക്കിച്ചുകൊണ്ട് വന്നു. പെട്ടിയിൽ കടന്നൽ മൂടുന്നു. പെട്ടിക്കകത്ത് വെള്ളം കയറിയതോടെ കടന്നലുകളെല്ലാം ഇളകി ഓക്കെ മോനെ. നെക്സ്റ്റ് ആഗ്നസ്. ആഗ്നസ് എന്തുണ്ട്? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമില്ല മിസ്സേ. കുഴപ്പമില്ല അല്ല, വായിച്ചു. കോലത്തിരി പെട്ടി തുറന്നപ്പോൾ കടന്നലുകൾ കോലത്തിരിയെ കുത്തി അവശനാക്കി. എല്ലാവരും കൂടി ഒരു കണക്കിന് കടന്നലുകളെ എല്ലാം അടിച്ചു ചുട്ടു നശിപ്പിച്ച് കോലത്തിരിയുടെ പ്രാണനെ രക്ഷിച്ചു എന്നേ വേണ്ടു. അങ്ങനെ സാമൂതിരിയെ കളിയാക്കി കോലത്തിരി സ്വയം ഇളിഭ്യനാവുക എന്നാണ്, ഭക്ഷണനായി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അബ്ദുൽ ബാസിത്ത്. ഫസ്റ്റ് മോല് വായിച്ചേ അബ്ദുൽ ബാസിത്തെ. പാഠം 8. സമ്മാനപ്പെട്ടി. സാമൂതിരിയും ഉത്തമ കേരളത്തിലെ രാജാക്കന്മാരായിരുന്നു. ഉത്തര കേരളത്തിലെ, ഉത്തരം അടക്ക്. രണ്ടു കൂട്ടർക്കും
രാജാധിപത്യമുള്ള കാലം. കാലം ഉം. അവർ പരസ്പരം സന്ദർശിക്കുകയും ഉം. സ്നേഹം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ചെയ്തിരുന്നുവെങ്കിലും ഉള്ളിൽ ഉം. അന്യോന്യം പരസ്പരം അന്യോന്യം തമ്മിൽ ഉം. അജ്ഞാനം മത്സരവും ആക്ഷേപവും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഉം. ഒരു ദിവസം കോലത്തിരി സാമൂതിരിയെ ഉം. സന്ദർശിക്കാൻ ഉം. കോവിലകത്ത് ചെന്നു. ഉം. സാമൂതിരി കോലത്തിരിയെ യഥായോഗ്യം സൽക്കരിച്ചതിനു ശേഷം ഇരുവരും നർമ്മഭാഷണത്തിൽ ഏർപ്പെട്ടു. സാമൂതിരിയെ ഒന്ന് കളിയാക്കാം എന്ന് വെച്ച് കോലത്തിരി നേരം പോക്കാന്ന് സാമൂരി കുത്തുമോ എന്ന് ചോദിച്ചു. സാമൂതിരിയെ നാട്ടുഭാഷയിൽ സാമൂരി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. Okay. Next, Sarah Rose. Sarah Rose, turn on your video. Sarah Rose and Fatima Mehfoozi. രണ്ടുപേരും വീഡിയോ ഓൺ ആക്കിയേ. സേറ വായിച്ചേ. എവിടെയായിരുന്നു ഇപ്പൊ വായിച്ചു നിർത്തിയേ? സേറ ഓർമ്മ ഉണ്ടോ? അറിയോ? കേട്ടിരുന്നോ വായിച്ചത്? കേട്ടായിരുന്നു. എന്നാ പിന്നെ കണ്ടുപിടിക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞു വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം. വീഡിയോ ഓൺ ആക്കിയിട്ട് വേറെ എന്തോ ആക്ടിവിറ്റിയിൽ മുഴുകിയിരിക്കേ അല്ലേ? വീഡിയോ ഓഫ് ആക്കിയിട്ട് കണ്ടോ സേറ? അബ്ദുൽ ബാസിദ ഫസ്റ്റ് പാരഗ്രാഫ് ആയിരുന്നു വായിച്ചു കഴിഞ്ഞത്. വായിക്കേ. അതിന് തൊട്ട് മുന്നേ മുതൽ വായിക്കണം. ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് കോലത്തിരി കത്തുമോ അവിടുന്ന് മുതൽ വായിക്കണം. കോലത്തിരി കത്തുമോ? സാമൂതിരി ഇവിടെ മറുചോദ്യം കോലത്തിരി ചിലപ്പോൾ കത്തും സൂക്ഷിക്കണം എന്ന് കോലത്തിരി മറുപടി പറഞ്ഞു. കോലത്തിരി കത്തുമെങ്കിൽ സാമൂതിരി കുത്തും. സാമൂതിരി പറഞ്ഞു. ആ മറുപടി കോലത്തിരിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കോലത്തിരി കത്തുമെന്ന് സാമൂതിരിയെ ബോധ്യപ്പെടുത്തണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. വളരെ കാലത്തിനു ശേഷം വേറെ പോയാ ഇല്ല. വളരെ കാലത്തിനു ശേഷം
എന്തേ ചേറാ വീഡിയോ ഓഫ് ആക്കിയിരിക്കുന്നേ? ഓക്കെ, വായിക്കുന്നത് ശ്രദ്ധിക്കേ. അടുത്ത ആൾ വായിക്കുന്നത് സേബ. സേബ സേബ തോമസ്. വളരെ കാലത്തിന് ശേഷം കോലത്തിരി സാമൂതിരിക്ക് വിശേഷമായ ഒരു പെട്ടി സമ്മാനമായി കൊടുത്തയച്ചു. പെട്ടി നിറയെ വെടിമരുന്നായിരുന്നു. പെട്ടി തുറന്നാലുടനെ വെടിമരുന്ന് തീ പിടിച്ച് പെട്ടി തുറക്കുന്ന ആളുടെ ദേഹവും മുഖവും ഒക്കെ കരിഞ്ഞു പോകത്തക്കവണ്ണം ഒരു സൂത്രവും ഇണക്കിയിരുന്നു. കോലോത്തിരിയുടെ ഭൃത്യന്മാർ സാമൂതിരിയെ ചെന്നു കണ്ട് കോലോത്തിരിയെ കൊടുത്തയച്ച സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിയ പെട്ടിയും താക്കോലും ഏൽപ്പിച്ചു. പണ്ട് താൻ കോലോത്തിരി കത്തുമോ എന്ന് ചോദിച്ചതിന് ചിലപ്പോൾ കത്തും, സൂക്ഷിക്കണം എന്ന് കോലോത്തിരി മറുപടി പറഞ്ഞത് സാമൂതിരി ഓർത്തു. ഇനി ഇതിൽ എന്തെങ്കിലും ചതി കാണുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. തന്റെ ഭൃത്യന്മാരോട് പെട്ടി വെള്ളത്തിൽ മുക്കി വരുവാൻ സാമൂതിരി കൽപ്പിച്ചു. ഭൃത്യന്മാർ അപ്രകാരം തന്റെ പെട്ടി എടുത്തു കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയെടുത്തു കൊണ്ടുവരികയും ചെയ്തു. പെട്ടിക്കുള്ളിൽ വെള്ളം കയറി വെടിമരുന്നുകളെല്ലാം നനഞ്ഞു പോയതിനാൽ പെട്ടി തുറന്നപ്പോൾ വെടിമരുന്ന് കത്തുകയോ അപകടമുണ്ടാവുകയോ ചെയ്തില്ല. ഓക്കെ മോളെ, ഓക്കെ. നെക്സ്റ്റ് മിസ് ഞാൻ വായിക്കാം. ആൻസർ അല്ല, ആരോ ആരോൺ പ്ലീസ് അൺമ്യൂട്ട്. ആരോൺ എവിടെയായിരുന്നു? വായിക്കുന്ന കണ്ടോ? ആരോണ്ട് വിവരമില്ലേ? ശ്രദ്ധിക്കണം ഞാൻ പലതവണ പറഞ്ഞു. കണ്ടുപിടിക്ക് എവിടെ വരെയായിരുന്നു വായിച്ചത്. ആരോണ്യ അറിയില്ല? ഓക്കെ. ആരോൺ ആ പേജ് നമ്പർ 31 ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്നത് ശ്രദ്ധിക്കാത്തവർക്കെല്ലാം അടിയാണ് അവിടെ വന്നിട്ട്. തിരിച്ചു ചെന്ന് നടന്നതെല്ലാം അദ്ദേഹത്തോട് അറിയിച്ചു. തന്റെ തന്ത്രം കളിച്ചില്ലല്ലോ എന്നോർത്ത് കോലത്തിരി വല്ലാതെ കുണ്ഠിതനായി. കുറെ കാലം കഴിഞ്ഞ് തന്റെ ഭൃത്യന്മാർ വശം സാമൂതിരി കോലത്തിരിക്ക് ഒരു പെട്ടി സമ്മാനമായി കൊടുത്തയച്ചു. നാമങ്ങോട്ട് ചെയ്തതിനു പകരം ഇതൊരു തെറ്റിപ്രയോഗമായിരുന്നു. സാമൂതിരി താൻ കൊടുത്തയച്ച പെട്ടി വെള്ളത്തിൽ മുക്കിയതിനു ശേഷമാണ് തുറന്നത്. അതുപോലെ ഈ പെട്ടി വെള്ളത്തിൽ മുക്കിയ ശേഷമേ തുറക്കാവൂ, അല്ലെങ്കിൽ അപകടം പറ്റും എന്ന് കോലത്തിരി വിചാരിച്ചു. അദ്ദേഹം ഭൃത്യന്മാരെ കൊണ്ട് പെട്ടി വെള്ളത്തിൽ മുക്കിച്ചു കൊണ്ടുവന്നു. പെട്ടിയിൽ നിറയെ കടന്നൽ കൂടുകളായിരുന്നു. പെട്ടിക്കകത്ത് വെള്ളം കയറിയതോടെ
കടമേലുകളെല്ലാം ഇളകി വശായി. ഓക്കെ മോനെ. നെക്സ്റ്റ് ആദിദേവ്. ആദിദേവ് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചോ. ആദിദേവേ കേൾക്കുന്നില്ലേ? പുസ്തകം ഇല്ലേ? ആദിദേവ് അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചല്ലോ. ഓക്കെ, നെക്സ്റ്റ് വായിക്കാൻ പറ്റാത്തവരെയാണ് ഞാൻ ഇങ്ങനെ പഠിച്ച് വായിപ്പിക്കുന്നത്. കുത്തി അവശനാക്കി. എല്ലാവരും കൂടി ഒരു കണക്കിന് കടന്നലുകളെയെല്ലാം അടിച്ചും ചുട്ടും നശിപ്പിച്ച് കോലത്തിരിയുടെ പ്രാണനെ രക്ഷിച്ചു എന്നേ പറയേണ്ടു. അങ്ങനെ സാമൂതിരിയെ കളിയാക്കിയ കോലത്തിരി സ്വയം ഇളിഭ്യനായി. ഓക്കെ, ഇനിയിപ്പോ വായിക്കാത്തവര് ഇനിയും ഉണ്ട് അല്ലേ? അദ്വൈതിന് വായിക്കാൻ പഠിച്ചോ? അദ്വൈതേ വായിക്കാൻ പഠിച്ചോ? ആവശ്യമില്ലാതെ ഒച്ചപ്പാടുണ്ടാക്കിയാണ് അല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നിങ്ങളൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചു അല്ലേ?